السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, 2 മാസക്കാലത്തെ ദീർഘമായ വേനലവധി അവസാനിക്കുകയാണ്. നമ്മളുടെയൊക്കെ നാടുകളിൽ സ്കൂളുകളും മദ്രസകളുമൊക്കെ തുറക്കുകയാണ്. മക്കളുള്ള ഓരോ മാതാപിതാക്കളും തങ്ങളുടെ മക്കൾക്ക് ഏറ്റവും മഹത്വപൂർണമായ അറിവുകൾ നേടിക്കൊടുക്കുവാനും അവരെ ഉന്നതരാക്കുവാനും പെടാപ്പാടുപെടുന്നത് നമ്മൾ കാണാറുണ്ട്. തങ്ങളുടെ ജീവിതത്തിലെ സമ്പാദ്യത്തിന്റെ നല്ല ഒരു ഭാഗവും മക്കളുടെ വിദ്യാഭ്യാസ ഭാവിക്കു വേണ്ടി മാറ്റിവെക്കുന്നവരാണ് സമൂഹത്തിലെ അധികം രക്ഷിതാക്കൾ. അറിവ് നേടുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഓരോ വിശ്വാസിയുടെയും വിശ്വാസിനിയുടെയും കടമയും ബാധ്യതയുമാണ്. ഭൗതികമായ അറിവുകൾക്ക് അത് മക്കൾക്ക് നൽകുന്നതിൽ രക്ഷിതാക്കൾ ഇന്ന് ഏറെക്കുറെ എല്ലാ ആളുകളും ബോധവാന്മാരും താൽപ്പര്യമുള്ളവരുമാണ്. എന്നാൽ നമ്മൾക്ക് മുമ്പ് ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. അന്ന് നമ്മളുടെ രാജ്യത്തെ കീഴ്പ്പെടുത്തി വച്ചിരുന്ന ബ്രിട്ടീഷുകാരോടുണ്ടായ അവജ്ഞയിൽ നിന്ന് മുസ്ലിം സാമാന്യ ജനങ്ങളിൽ പടർന്നു പിടിച്ച ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തോടുള്ള വിരോധം, അത് പിന്നീടും ഹറാമാണ് എന്നും അതുപോലെ തന്നെ എഴുത്തും വായനയും പഠിക്കാൻ പാടില്ല എന്നുമൊക്കെ പറഞ്ഞ് നമ്മളുടെ സമൂഹത്തെ പിന്നോട്ട് വലിച്ചിരുന്ന ഒരു കാലഘട്ടം ഈ സമുദായത്തിന്റെ മേൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് എഴുത്തും വായനയും പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവരും, അങ്ങനെ അവർ എഴുത്തും വായനയും പഠിച്ചാൽ അതിലൂടെ ഉണ്ടായിത്തീരുന്ന ചില ന്യൂനതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് വലിയ ഹറാമുകളിലേക്ക്, വലിയ തിന്മകളിലേക്ക് അവരെ എത്തിക്കും എന്ന് പറഞ്ഞിരുന്ന ആളുകളും ഈ സമൂഹത്തിലുണ്ടായിരുന്നു. ഇന്ന് ആ നിലയിലുള്ള ചിന്തകളെല്ലാം അസ്തമിച്ചു. ആ നിലയിലുള്ള വാദഗതികൾക്കൊന്നും സമൂഹത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി. എല്ലാ രംഗത്തും സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ അറിവുകൾ സ്വായത്തമാക്കുവാൻ വേണ്ടി വളരെ കഠിനമായി അധ്വാനിക്കുന്നത് നമ്മൾക്ക് കാണുവാൻ സാധിക്കും. ഇതെല്ലാ നിലയിലും നമ്മൾ ഈ നിലയിലുള്ള ചിന്തകളിൽ നിന്നെല്ലാം മാറ്റമുണ്ടായി വിദ്യാഭ്യാസപരമായ പുരോഗതിയിലേക്ക് മുസ്ലിം സമൂഹം, പ്രത്യേകിച്ച് നമ്മളുടെ നാട്ടിൽ മാറിയത് യഥാർത്ഥത്തിൽ ഏറെ അഭിനന്ദനാർഹമായ കാര്യമാണ്. എന്നാൽ നമ്മളിവിടെ ഒരു കാര്യം തിരിച്ചറിയേണ്ടുന്നത്, ഇന്നത്തെ കാലത്ത് നമ്മളുടെ മക്കൾക്ക് നാം ഭൗതിക വിദ്യാഭ്യാസം അവരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് നൽകുന്നു. അതെ, തീർച്ചയായും നമ്മളുടെ മക്കൾക്ക് ഭൗതികമായ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് അവരുടെ മൗലികമായ അവകാശം കൂടിയാണ്. രക്ഷിതാക്കൾ അത് നിഷേധിച്ചാൽ ഒരു പരിധിവരേക്ക് അവർക്കെതിരിൽ കേസെടുക്കുവാനും ശിക്ഷ നൽകുവാനും വരേക്ക് നമ്മളുടെ നിയമങ്ങളിൽ ആ നിലയിലുള്ളതായ വ്യവസ്ഥകൾ വന്നിട്ടുള്ളത് നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. നാം ഇവിടെ തിരിച്ചറിയണം, ഇസ്ലാം എല്ലാ നിലയിലുമുള്ളതായ വിജ്ഞാനങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകിയിട്ടുള്ള മതം തന്നെയാണ്. അത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണെങ്കിലും മറ്റിതര ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ മറ്റിതര മേഖലകളാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഇസ്ലാം പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആനിന്റെ അവതരണം തന്നെ ഇഖ്റ, വായിക്കാനും പഠിക്കുവാനും പ്രേരിപ്പിച്ചുകൊണ്ടുള്ളതാണ് എന്നുള്ളത് നമ്മൾക്കെല്ലാവർക്കും അറിയാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു തിരുവചനത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും, മാ അകല അഹദുൻ തുആമൻ ഖത്തു ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദി വ ഇന്ന നബിയല്ലാഹി ദാവൂദ് അലൈഹി സലാം കാന യഅകുലു മിൻ അമലി യദി. ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്ന ഈ ഹദീസിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നേടേണ്ടുന്നതിന്റെയും അതിന്റെ സംവിധാനം ഉണ്ടാകേണ്ടുന്നതിന്റെയും ആ ഒരു അവസ്ഥയെക്കുറിച്ച് പ്രവാചകൻ സൂചിപ്പിക്കുകയാണ്. അള്ളാന്റെ റസൂല് പറയുന്നത്, ഒരു മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഭക്ഷണം എന്ന് പറയുന്നത് അവന്റെ കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കി കഴിക്കുന്ന ഭക്ഷണമാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം അഥവാ സുലൈമാൻ നബി അലൈഹിസ്സലാമയുടെ പിതാവായ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുകയാണ്. വലിയ അധികാരമുണ്ടായിരുന്ന
ദാവൂദ് നബി അലൈഹിസ്സലാം പോലും തന്റെ കൈകൊണ്ട് ജോലി ചെയ്ത് അതിൽ നിന്നുള്ളതായ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആളായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, അലാ കുല്ലി മുസ്ലിമിൻ സ്വദഖ, ഏതൊരു മുസ്ലിമിന്റെയും മേൽ ദാനധർമ്മം ബാധ്യതയാണ്. അപ്പൊ നബി തങ്ങളോട് ചോദിച്ചു, ഫഖാലു യാ നബിയല്ലാഹ് ഫമല്ലം യജിദ്, അള്ളാഹുവിന്റെ റസൂലേ, ഞങ്ങളിൽ ഒരാൾക്ക് അങ്ങനെ ധർമ്മം ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ, ഞങ്ങളുടെ ചുറ്റുപാടുകളിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, കണ്ണുനീർ കുടിക്കുന്നവരുണ്ട്, പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെയായി കഴിഞ്ഞുകൂടുന്നവർ, അതുപോലെ രോഗങ്ങൾ കൊണ്ട് പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുള്ളവർ. പക്ഷെ അവർക്കൊന്നും ധർമ്മം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല, ഞങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിൽ എന്താണ് ചെയ്യുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, യഅമലു ബിയദി ഫയൻഫഉ നഫ്സഹു വയതസദ്ദഖു, അങ്ങനെയുള്ളവൻ തൊഴിൽ ചെയ്ത് ആ തൊഴിൽ കൊണ്ട് അവൻ അവന്റെ സ്വന്തത്തെയും ആ സ്വന്തത്തെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ ഒരു ഓഹരി അവൻ ധർമ്മം ചെയ്യുകയും ചെയ്തുകൊണ്ട് അവൻ ആ പുണ്യം നേടട്ടെ എന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് ഹദീസുകളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതെ, തീർച്ചയായും നമ്മൾക്ക് എഞ്ചിനീയർമാർ വേണം, നമ്മൾക്ക് ഡോക്ടർമാർ വേണം, നമ്മളുടെ ഇടയിൽ വക്കീലന്മാരുണ്ടാകണം, അതുപോലെ തന്നെ നമ്മളുടെ ഇടയിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ ഉന്നതമായ തൊഴിൽ മേഖലകളിൽ എത്തിച്ചേരുന്ന ധാരാളം ആളുകൾ ഉണ്ടാകണം, സയന്റിസ്റ്റുകൾ ഉണ്ടാകണം, അങ്ങനെ എല്ലാവരും ഉണ്ടാകണം. പക്ഷെ എല്ലാവരും ഉണ്ടാകുമ്പോൾ നാം ഇവിടെ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നാം നമ്മളുടെ മക്കളെ ഭൗതികമായ നിലയിൽ ഈ നിലയിലെല്ലാം എത്തിക്കാൻ വേണ്ടിയിട്ട് നാം പരിശ്രമിക്കുമ്പോൾ നമ്മളുടെ മക്കൾക്ക് ധാർമ്മികമായ വിദ്യാഭ്യാസം കൂടി, മതപരമായ വിദ്യാഭ്യാസം കൂടി നാം നൽകുന്നില്ല എങ്കിൽ ഒരു വേള നമ്മളുടെ മക്കൾ നമ്മളുടെ ജീവിതത്തിൽ നാളെ തീരാ കണ്ണുനീരിന് കാരണമായി തീരുമെന്നുള്ള ആ ഒരു തിരിച്ചറിവും ബോധവും നമ്മൾക്കുണ്ടാകണം. അതുകൊണ്ട് ആ നിലയിലുള്ള അന്തരീക്ഷങ്ങൾ, മതപരമായ ചുറ്റുപാടുകൾ തങ്ങൾക്ക് നിലനിർത്താൻ കഴിയുന്ന നിലയിലുള്ള ചുറ്റുപാടുകളിൽ തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുകയും വളർത്തുകയും നല്ല നിലയിൽ എത്തിക്കുവാൻ വേണ്ടി നമ്മളുടെ രാജ്യത്തിനും സമൂഹത്തിനുമെല്ലാം ഗുണം ചെയ്യുന്ന നല്ല മക്കളാക്കി തീർക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.